നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. നാലാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി 1 കുഞ്ഞാറ്റ കിളിയെ നമ്മൾ കണ്ടു. 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി 1 കുഞ്ഞാറ്റ കിളിയെ നമ്മൾ കണ്ടു. ഇത് തിരൂർ ഏഴൂർ MTPS UP സ്കൂളിലെ 5 I ക്ലാസ്. അധ്യാപികയുടെ പേര് ശ്രീദേവി. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും MPhilഉം സ്വന്തമാക്കിയിട്ടുള്ള കുട്ടികളുടെ പ്രിയങ്കരിയായ ടീച്ചർ. ഉന്നത വിദ്യാഭ്യാസത്തെക്കാൾ ഈ ടീച്ചറെ വ്യത്യസ്തയാക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊരു അധ്യാപിക ശ്രീദേവി മാത്രമാകും. അവ എന്താണെന്ന ആകാംക്ഷയിൽ നെറ്റിച്ചൊളിക്കാൻ വരട്ടെ. ഈ ദൃശ്യങ്ങൾ അതിനുള്ള ഉത്തരം നൽകും. കാണണില്ലേ? അടുത്ത കൊണ്ട് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി ചിലപ്പോൾ തെങ്ങുകയറ്റം, ഓട്ടോ ഡ്രൈവിംഗ്. കാടാമ്പുഴ, തൂവപ്പാറ, മുക്കലംപാട്ട്, വടക്കേക്കര, പുത്തൻ വീട്ടിൽ ഗോപാലന്റെയും ഉഷയുടെയും 3 പെൺമക്കളിൽ മൂത്തവളായ ശ്രീദേവി പഠനത്തിനൊപ്പം സ്വായത്തമാക്കിയ 2 തൊഴിലുകളാണ് ഇവ. ഇതേക്കുറിച്ച് പറയുമ്പോൾ ശ്രീദേവിയുടെ മുഖത്ത് ആത്മാഭിമാനത്തിന്റെ പൂത്തിരി തെളിയും. തെങ്ങുകയറ്റ തൊഴിലാളിയായ അച്ഛന്റെ ഒപ്പം കൂടിയാണ് തെങ്ങുകയറ്റം പഠിച്ചത്. ദിവസം 30 തെങ്ങ് വരെ ഈസിയായി കയറും ശ്രീദേവി. B.Edന്റെ 4th സെമസ്റ്റർ എക്സാമിന്റെ ഒരു ടൈമായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്കറിയാം, ഒരു ആളുകളായിട്ടൊരു സമ്പർക്കം ഇല്ലാതിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് അന്ന് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ള, അതായത് ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നല്ലോ, എന്ത് ചെയ്യും എന്നുള്ള ആലോചനയെ തുടർന്നിട്ടാണ് തെങ്ങ് കയറാം എന്നുള്ള ഒരു ആശയത്തിലോട്ട്. അത് നമുക്കറിയാം, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം കുറേ യൂട്യൂബേഴ്സും അങ്ങനെ പല രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കണ്ടെത്തിയത് തെങ്ങ് കയറാം. അച്ഛൻ ഈ ജോലി ചെയ്യുന്നുണ്ട്, ആളുകളായിട്ട് സമ്പർക്കമില്ല, അപ്പം എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്തയിൽ നിന്നാണ് തെങ്ങുകയറ്റവും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് ഒക്കെ വന്നത്. ജോലിയായിട്ട് തന്നെ അതും ചെയ്യും. തെങ്ങുകയറ്റം പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ്. അതായത് യൂട്യൂബ് നോക്കിയിട്ട് ഈ ആളുകൾ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് മെഷീൻ മേടിച്ച് യൂട്യൂബ് ഒരു സൈഡിലും തെങ്ങിൽ മെഷീനൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ അതങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു. ചിലപ്പോൾ എറർ വരും, എന്നാലും പിന്നീട് അത് ചെയ്തത് ശരിയായി. യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് പഠിച്ചത്. ഒരു ദിവസം എത്ര തെങ്ങ് വരെ കയറാൻ സാധിച്ചു? തുടക്ക സമയത്തൊക്കെ ഞാൻ വെറും 4, 5, 6, 7 അങ്ങനെ ആ ഒരു ലെവലിൽ തന്നെയാണ് പോയിരുന്നത്. പിന്നീട് 15 തെങ്ങായി, 20 തെങ്ങായി, ഇപ്പം ലാസ്റ്റ് ഒരു 10, 30, 35 തെങ്ങ് വരെയൊക്കെ ഡെയിലി കയറുന്ന രീതിയിലോട്ട് മാറിയിരുന്നു. വേണ്ടി വന്നാൽ ഇപ്പോഴും കയറാൻ തയ്യാറാണ്? തയ്യാറാണ്, പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ യന്ത്രോപകരണം എല്ലാം അതേപോലെ സൂക്ഷിക്കുന്നു? സൂക്ഷിക്കുന്നുണ്ട്. അത് വീട്ടിൽ സേഫാണ്.
ഇടയ്ക്കെപ്പോഴും പിന്നീട് കയറിയിട്ടുണ്ട്. കയറി നോക്കാറുണ്ട്. വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അതിനോടുള്ള ഒരു ഇഷ്ടം ഇപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മൾ തെങ്ങ് കയറി നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. തെങ്ങുകയറ്റം കഴിഞ്ഞെത്തിയാലുള്ള സമയത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഡ്രൈവിംഗിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഓട്ടോ ഓടിക്കാൻ പഠിച്ചു. അടുത്ത കാലം വരെ ഓട്ടോ സ്വന്തമായി ഉണ്ടായിരുന്നു. തെങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള സമയം കുറെ കൂടി വെറുതെ ഫ്രീ ആയിട്ടുള്ള സമയമാണ്. അപ്പം ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് വിചാരിച്ചു. പഠിച്ചു, ഓട്ടോ എടുത്തു, ഡ്രൈവിംഗ് തുടങ്ങി. ഈ ഡ്രൈവിംഗിലേക്ക് തിരിഞ്ഞത് എങ്ങനെ? ഡ്രൈവിങ്ങിലോട്ടെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ബൈക്കായാലും ഇപ്പോൾ കാറായാലും ഓട്ടോ ആണെങ്കിലൊക്കെ. അപ്പോൾ ഇതൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓട്ടോ ആവുമ്പോൾ വരുമാന രീതിക്കും കൂടെ നമുക്കത് നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. ഈ അധ്യയന വർഷമാണ് ശ്രീദേവി MTPS സ്കൂളിൽ അധ്യാപികയായി എത്തിയത്. ഇവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സ്കൂൾ മാനേജ്മെന്റ് ശ്രീദേവിയെ സ്കൂളിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇന്റർവ്യൂവിൽ 1ാം റാങ്ക്. ഉദ്യോഗാർത്ഥിയുടെ യോഗ്യതയും കഴിവും മാത്രം മാനദണ്ഡമായി പരിഗണിക്കുന്ന സ്കൂളിനങ്ങിനെ ശ്രീദേവി സ്വന്തമായി. കുട്ടിക്കാലം മുതലേ സ്വപ്നം കണ്ടതായിരുന്നു അധ്യാപക വേഷം. ബിരുദ പഠനകാലം മുതൽ MPhil നേടിയെടുക്കുന്നതുവരേക്കുള്ള കാലത്തിനിടയ്ക്ക് പലവിധ വേഷങ്ങൾ ശ്രീദേവി അണിഞ്ഞിട്ടുണ്ട്. അവയേക്കാളെല്ലാം ഇഷ്ടവും ആവേശവും പകരുന്നതാണ് അധ്യാപക വൃത്തി. ഒരു അധ്യാപിക എന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അതെ, എന്താണ്? നല്ല അനുഭവമാണ്. കുറേ കാലമായിട്ട് നമ്മൾ ഈ BEd ഒക്കെ ചെയ്യുമ്പോഴേ അധ്യാപിക എന്നുള്ള ആ ഒരു പാഷൻ മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ഈ ക്ലാസ്സിലെ എൻ്റെ 5I എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളാണ്. വളരെ നല്ല അനുഭവമാണുള്ളത് അധ്യാപിക എന്നുള്ള രീതിയിൽ. ഈ അധ്യാപിക ആവുന്നതിന് മുമ്പ് ഒട്ടേറെ മേഖലകളിൽ വേഷം കിട്ടി. അതെ. ഏതൊക്കെ മേഖലകളിലാണ്? ഞാൻ ഇതിന് മുന്നേ അക്ഷയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ശുചിത്വ മിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മലപ്പുറം. ശുചിത്വ മിഷൻ്റെ കുറ്റിപ്പുറം ബ്ലോക്ക് കോർഡിനേറ്റർ ആയിരുന്നു. അതിനുശേഷം കിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കിലയുടെ പാലക്കാട് ജില്ലയുടെ RJC ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും 2-3 വർഷം. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഞാൻ MPhil ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ MPhil കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പാഷനിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം റിസൾട്ട് വന്നപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തത്. ഈ തെങ്ങുകാരി വന്നതിന് ശേഷം അവശേഷിക്കുന്ന സമയം മുതലെടുക്കാനാണ് ഡ്രൈവിംഗിലേക്ക് തിരഞ്ഞെടുത്തത്. അതെ. ഇപ്പോൾ ഈ അധ്യാപന ജീവിതത്തിൽ കുട്ടികൾക്ക് അത് എങ്ങനെ പകർന്നു? കുട്ടികൾക്ക് ഞാൻ ഒരുപാട് മൂല്യങ്ങൾ പകർന്ന് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരോട് ചോദിച്ചാൽ അറിയാം, ക്ലാസ് റൂമിന് ടെക്സ്റ്റ് ബുക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനുണ്ടാകുന്ന പല മൂല്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇവരോട് സംസാരിക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്, അതായത് കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും ഇത്ര പഠിച്ചാൽ ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഫീഡിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് ഏത് ജോലി ചെയ്യുന്ന ആൾക്കും അതിൻ്റേതായ, എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കും ഏത് ജോലിയും ചെയ്യാം. ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട് എന്ന് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. അപ്പം അത്തരത്തിലുള്ള മൂല്യങ്ങൾ ഇവർക്ക് പകർന്ന് നൽകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഈ വീഡിയോ കുട്ടികളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവരോട് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പേര് സെർച്ച് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു വന്നിട്ട് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ടീച്ചർ ഇതെങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പോൾ അവരോട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടിയ ശ്രീദേവി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. പിന്നീട് ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് BEd. അതിനുശേഷമായിരുന്നു MPhil പഠനം. മാധ്യമപ്രവർത്തകനായ കൽപ്പകഞ്ചേരിയിലെ സുധീർ TP-യാണ് ജീവിത പങ്കാളി. വിദ്യാർത്ഥികളായ ശ്രീകുമാരി, ശ്രീകല എന്നിവരാണ് സഹോദരികൾ. എഡിറ്റർ ലൈവ്, തിരൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. Majestic Jewelers.